ആ മീൻകാരിയെ സഹായിച്ച കേരളത്തിലെ ജനങ്ങൾ ലജ്ജയോടെ തലകുനിക്കുന്നു. ഒരു യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റാണ്. ഏത് യൂട്യൂബ് വീഡിയോ? തമ്മിൽ എന്ന ഷോയുടെ പുതിയ യൂട്യൂബ് വീഡിയോനടിയിൽ. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? നമ്മുടെ ഹനാൻ എന്ന പെൺകുട്ടിയെക്കുറിച്ച്. ഈ കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചത് ഒരാൾ ഇതിനെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. നമുക്ക് ആദ്യം മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നല്ലേ? ഇപ്പോൾ ഒരു കുട്ടി കഷ്ടപ്പെടുകയാണ്. അവനോ അവൾക്കോ ഭക്ഷണം കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ താമസിക്കാനോ ഒരു വീട് പോലും ഇല്ല എന്ന് കരുതുക. ഇവിടെയുള്ള മനുഷ്യർ ചാരിറ്റി എന്ന പേരിൽ അവർക്ക് കുറച്ച് കാശ് കൊടുക്കും. വലിയ എമൗണ്ട് കൊടുക്കുന്നവരുണ്ട്, തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എമൗണ്ട് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ആ വ്യക്തി ഒരുവിധം മോശമല്ലാത്ത രീതിയിൽ ജീവിക്കാൻ ആരംഭിക്കുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഈ കാശ് കൊടുത്തവർക്ക് ഒരു ചിന്തയുണ്ട്. ഞാൻ കാശ് കൊടുത്തു എന്നതുകൊണ്ട് ആ വ്യക്തി ഞാൻ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ ജീവിക്കണം, എൻ്റെ ശരികൾ എന്താണോ അതിനനുസരിച്ച് ജീവിക്കണം എന്ന് ഇവരങ്ങ് ഉറപ്പിക്കും. അതായത് ഇവർ കാശ് കൊടുത്തു എന്ന കാരണം കൊണ്ട് ആ വ്യക്തിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, വ്യക്തി സ്വാതന്ത്ര്യമില്ല, അയാൾക്ക് അയാളുടെ രീതിയിൽ ജീവിക്കാനുള്ള അവകാശമില്ല. കാരണം എന്താണ്? ഞങ്ങൾ കാശ് കൊടുത്തു, അതുകൊണ്ട് അയാളുടെ ലൈഫിനെ ഓൺ ചെയ്യുന്നത് ഞങ്ങളാണ് എന്നൊരു ചിന്ത ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കുടെ ഉള്ളിലുമുണ്ട്. എന്നാണോ ആ വ്യക്തി അയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്നത്, അയാളുടേതായ അഭിപ്രായങ്ങൾ പറയുന്നത്, ഈ കാശ് കൊടുത്ത ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്കൊപ്പം അലൈൻ ചെയ്യാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്, അന്ന് തൊട്ട് അയാൾ വെറുക്കപ്പെട്ടവനാവും. ഞാൻ കാശ് തന്നിട്ടാടാ നീ രക്ഷപ്പെട്ടത്, എൻ്റെ ഔദാര്യമാണടാ ഇത്, അപ്പോൾ ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കണമെന്ന് ഈ കാശ് കൊടുത്ത ആൾക്കാരിൽ പലരും വന്ന് പറയാറുണ്ട്. ഈ സംഭവത്തിന്റെ ഒരിരയാണ് രേണുസുതി. അവർക്ക് വീട് വയ്ക്കാൻ സഹായം നൽകി എന്നതുകൊണ്ട് അവരുടെ ലൈഫിനെ ഇവിടെയുള്ള മനുഷ്യരാണ് ഓൺ ചെയ്യുന്നത് എന്നൊരു സംഭവം ഉണ്ടായി. രേണുസുതി എന്നാണോ തനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയത്, തനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്, അന്ന് തൊട്ട് അവർക്കെതിരെയുള്ള ഹേറ്റ്രഡ് ആരംഭിച്ചു. കാരണം എന്താണ്? ഞങ്ങൾ നൽകിയ ചാരിറ്റിയിൽ ജീവിക്കുന്ന നീ നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു, അങ്ങനെ പാടില്ല, ഞങ്ങൾക്കിഷ്ടമുള്ളതുപോലെ വേണം നീ ജീവിക്കാൻ എന്ന ചിന്ത. അതിൻ്റെ ഏറ്റവും പുതിയ ഇരയാണ് ഹനാൻ അവൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കുന്നു, അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ചാരിറ്റി നൽകി എന്ന പേരിൽ ഇതൊന്നും അവൾ ചെയ്യാൻ പാടില്ല. ചാരിറ്റി ഞങ്ങൾ നൽകിയത് കൊണ്ട് നിന്റെ ലൈഫിന്റെ കൺട്രോൾ ഞങ്ങളുടെ കൈകളിലായിരിക്കണം, നിന്റെ ലൈഫിനെ ഓൺ ചെയ്യുന്നത് ഞങ്ങളായിരിക്കണം എന്ന ചിന്ത. ആ ചിന്തയുടെ പ്രതിഫലമാണ് ഈ കമൻറ്റും അതിന് ലഭിക്കുന്ന ലൈക്കുകളും അതിന് വരുന്ന റിപ്ലൈകളും. ഈ ചാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ സഹായിക്കുന്നതാണ്. സഹായം എന്നത് കരുണയാണ്. അതൊരിക്കലും ഒരാളുടെ ലൈഫിനെ ഓൺ ചെയ്യാനുള്ള അധികാരമല്ല. അവരുടെ ലൈഫ് നിങ്ങളുടെ കൺട്രോളിലായിരിക്കണമെന്ന് നിങ്ങൾക്ക് വാശി പിടിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം നിങ്ങളിൽ നിന്ന് ചാരിറ്റി വാങ്ങി എന്നതുകൊണ്ട് ഭരണഘടന നൽകുന്ന അധികാരങ്ങളൊന്നും അവരിൽ നിന്ന് ഇല്ലാതായി പോകുന്നില്ല. അവർ ജീവിക്കുന്നത് ഡെമോക്രാറ്റിക് കൺട്രിയിലാണ്. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങളെല്ലാം അവർക്കും ലഭിക്കും. അല്ല, നിങ്ങൾ ചാരിറ്റി നൽകി എന്നതുകൊണ്ട് അതൊന്നും അവർക്ക് നിഷേധിക്കപ്പെടുന്നില്ല. ഇതിനേക്കാളും ബെറ്റർ നീയൊന്ന് ഇത്ര കഷ്ടപ്പെട്ട് ചാരിറ്റി ചെയ്യാതിരിക്കുന്നതാണ്. ജെന്യുവനായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ചീത്തപ്പേരാണ് ഈ കമന്റ് ഇടുന്നവന്മാരെ പോലെയുള്ള ആളുകൾ.